ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേരിക്കുട്ടി ടീച്ചറിനെ കാണാനായിട്ട് സാറ് ചെന്ന് മേരിക്കുട്ടി ടീച്ചറുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജോണാണെന്നുണ്ടെങ്കിൽ സാറിന് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. പിന്നെ സാറിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ സരസ്വതി ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം മേരിക്കുട്ടി ടീച്ചർ ഇങ്ങനെ പറയുക. അപ്പോൾ സാറിനെ പോലെ ഒരാൾ കാരണമാണ് താൻ ഇത്രയും നല്ലൊരു ടീച്ചറായതെന്നുള്ള കാര്യം എപ്പോഴും സരസ്വ പറയുമായിരുന്നു എന്ന കാര്യമൊക്കെ ടീച്ചർ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു ഇതെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സരസ്വതിയെ പറ്റിയുള്ള കാര്യങ്ങൾ സാറ് നമ്മുടെ ടീച്ചറിനോട് ചോദിക്കുക. അപ്പോൾ സാറ് വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിച്ചു. എന്ത് വിവരങ്ങളാണ് എന്ന് ചോദിക്കുമ്പം സരസ്വ മരിച്ചിട്ട് 1 വർഷം തികഞ്ഞു എന്ന കാര്യം പറയുക. അവളുടെ ഓർമ്മകളും ഒക്കെ ആയിട്ടിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് ജീവിക്കുകയാണെന്നും അതുപോലെ തന്നെ സരസ്വതിയുടെ വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഇത് എന്താ മേരിക്കുട്ടി പറയുന്നത്, ഞാനിതെങ്ങനെ വിശ്വസിക്കും എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഇദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് 2 പേർക്കും ആകെ ഒരു ഇതെന്ത് സാർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്ന പോലെ തന്നെ ഇവരിങ്ങനെ ടൂറ് പോയതാണെന്നും അവിടെ വെച്ചൊരു ആക്സിഡൻറ്റോ മറ്റോ എന്താണ് സരസ്വതിയെ കാണാതായെന്നും പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവൾ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നതെന്നും മഹേഷാണ് പോയി അത് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സാറിനാണെങ്കിൽ തലയ്ക്ക് വട്ട് പിടിക്കുന്നത് പോലെയാണ്. ഈ കഥകൾ തന്നെയാണ് എന്നോട് എല്ലാവരും എല്ലായിടത്തുനിന്നും പറഞ്ഞത്. പക്ഷെ മേരിക്കുട്ടി ഒരിക്കലും സരസ്വതി മരിച്ചിട്ടില്ല, അതെനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ ഇവരൊന്ന് ഞെട്ടി. സാർ എന്താ ഈ പറയുന്നത്, സരസ്വതി മരിച്ചിട്ടില്ലെന്നോ? സരസ്വതി മരിച്ചതാണ് സാർ, വിവരങ്ങളെല്ലാം അന്നേരം പറയാം. ഒരിക്കലും താൻ ഇത് വിശ്വസിക്കില്ല എന്ന കാര്യം അന്നേരം തറപ്പിച്ചു പറഞ്ഞു നമ്മുടെ സാറ്. അപ്പോഴും ഇവർ മരിച്ചു എന്നുള്ളൊരു തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാതെ ഒന്നും എടുത്തടിച്ചു പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് സാറ് പറഞ്ഞു ശരി ആയിക്കോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സരസ്വതി മരിച്ചതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തിട്ടുണ്ടാവും, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. സരസ്വതി പോയതോടുകൂടി പിന്നെ ആ വീടുമായിട്ടുള്ള എൻ്റെ ബന്ധവും കാര്യങ്ങളെല്ലാം അവസാനിച്ചു. പിന്നെ അവിടെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ വീണയാണ്, അവളോട് മാത്രമാണ് ഇപ്പോൾ ഒരു ഇതുള്ളൂ. ഇപ്പോൾ സരസ്വതിയുടെ ആ ഒരു ഇതിൽ വീണയാണ് ജോലി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ സാറിനാണെങ്കിൽ ആകെ ഒരു ധർമ്മസങ്കടം. ഇവരോട് പറയാനും പറ്റുന്നില്ല, പറയാതിരിക്കാനും പറ്റുന്നില്ല. എന്തായാലും ഇനി ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു രീതിയിൽ സാറ് തന്നെ തീരുമാനം എടുക്കുക. അപ്പോൾ എനിക്ക് സരസ്വതിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് വീട്ടുകാരെടുത്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ശരി ആയിക്കോട്ടെ. അപ്പോൾ സാർ ഇങ്ങനെ മേരിക്കുട്ടിയോടും അതുപോലെ മോനോടും ജോണിനോടും ഒക്കെ ഒത്തിരി സംസാരിച്ചു. സാർ ഫുഡ് കഴിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട, കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, അതൊക്കെ മറ്റൊരു ദിവസം ആവട്ടെ, ഇപ്പോൾ കുറച്ച് അത്യാവശ്യമുണ്ട് എന്നും പറഞ്ഞ് സാറിങ്ങ് പോവുക. അങ്ങനെ സാറ് നമ്മുടെ ടീച്ചറിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് നേരെ പോണു. അതും നിയമപരമായി തന്നെ എടുക്കാനായിട്ട് പോകുക കേട്ടോ. അദ്ദേഹം വന്നിട്ട് അവിടെ ചെന്ന് ആപ്ലിക്കേഷനോ അപേക്ഷയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് വിഷ്ണുവിൻ്റെ അരികിലേക്ക് ഈ ന്യൂസ് എത്തിച്ചുകൊണ്ട് ഒരാളെത്തി. അതായത് ടീച്ചറിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അതെല്ലാം കേട്ട് ഇതാരാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി അല്ലെങ്കിൽ ആകാംക്ഷയോട് കൂടി ഓടിപ്പാഞ്ഞ് വരുക വിഷ്ണു വന്നു കഴിഞ്ഞപ്പോൾ സാർ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. നിങ്ങളാണോ സരസ്വതി ടീച്ചറുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇവിടെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. സാറിൻ്റെ പേരും പറഞ്ഞു. അല്ല, ഇപ്പോൾ സരസ്വതി ടീച്ചറുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം, അതും വെച്ചാൽ നിങ്ങൾക്ക് എന്താ കാര്യമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിഷ്ണുവായ പോലീസുകാരനല്ലേ തിരിഞ്ഞും മറിഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സാറ് നല്ല കൂളായിട്ട് നിൽക്കുന്നത്. അയ്യോ, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല, സരസ്വതിയെ ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻ്റ് ആണെന്നും സരസ്വതിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് അത് വലിയൊരു ഷോക്കായി എന്നുള്ള കാര്യം അദ്ദേഹം പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സരസ്വതി മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ആ ഒരു ഫോർമാലിറ്റികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിന് നോക്കാമെന്ന് വിചാരിച്ചാണെന്ന് പറഞ്ഞു. ഫോർമാലിറ്റികളും കാര്യങ്ങളൊക്കെ നോക്കാൻ സരസ്വതിയുടെ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്, അതിന് പുറത്തുനിന്ന് വന്ന് സാറിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് ഈ വിഷ്ണു ഇങ്ങനെ പറയും. അപ്പോൾ വിഷ്ണു ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി ഇവൻ എന്തായാലും തരാനുള്ള ഉദ്ദേശം ഇല്ല എന്നുള്ളത്. അതും ഇവൻ്റെ ആ ഒരു ഇടപെടൽ കൊണ്ട് അത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതും. അദ്ദേഹം ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. സമയത്ത് വിഷ്ണു ആണെങ്കിൽ അദ്ദേഹത്തിനോട് തലങ്ങും വിലങ്ങും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും അവന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്നറിയാനായിട്ടുള്ള ഒരു ചോദ്യരും കാര്യങ്ങളൊക്കെയാണത്. സാർ ആരാ പൊന്നുമോൻ, സാർ അത് വിട്ടുകൊടുക്കും. സാറാണെങ്കിൽ അവിടെ ഇവിടെ തൊടാതെ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് സാർ അവിടെ നിന്ന് പോരുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് വിഷ്ണു ഇങ്ങനെ നിന്ന് ആലോചിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷ്ണു വീട്ടിൽ ചെന്നു. ഈ വിവരങ്ങളെല്ലാം അവിടെ
ഭാര്യയോടൊക്കെ ആയിട്ട് പറയുവാണ്, ഇന്ന പോലെ ഒരാളിൽ നിന്ന് ഇങ്ങനെ അമ്മയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് വന്നിരുന്നു, അയാൾ എന്തിനാ അത് ചെയ്തതെന്ന് അറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മകേഷും പറഞ്ഞു, അതെ അത് അമ്മയെ പഠിപ്പിച്ച സാറാണെന്നും സാർ ഇവിടെയും വന്ന് അമ്മയുടെ കുഴിമാടത്തെങ്കിൽ പോയി കണ്ടിട്ടാ പോയേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മകേഷും പറയാം. അപ്പം അയാളുടെ ഈ വരവിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്, അത് ചുമ്മാ ഉള്ളൊരു വരവല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിഷ്ണു ഇങ്ങനെ പറയാം. അപ്പോൾ ഇതെല്ലാം അവരെല്ലാവരും, അതായത് മക്കളും മരുമക്കളും എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ടിങ്ങനെ നിൽക്കുകയാണ്. അതിനകത്ത് ഇപ്പോൾ എന്ത് നിഗൂഢത വരാനാ? മരിച്ചു മണ്ണിൻ്റെ അടിയിൽ പോയി അമ്മയെ തേടി ഇനി എന്ത് നിഗൂഢത വരാനാണെന്ന് രേണു ചോദിച്ചു. അപ്പോൾ മരിച്ചു പോയാലും ജീവിച്ചിരുന്നാലും വരാനുള്ളത് എന്തായാലും വഴി തങ്ങത്തില്ല, അത് വരിക തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ ഇതൊക്കെ ആയിട്ട് പറയാം. എന്നിട്ട് പിന്നെ എങ്ങനെയെങ്കിലും അയാൾ വന്നതിൻ്റെ ഉദ്ദേശം കണ്ടുപിടിക്കണമെന്നുള്ള കാര്യമൊക്കെ എന്നിട്ട് ഈ വിഷ്ണു അവിടെ ഇരുന്ന് ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെ കാണാൻ വന്ന ആളെ പറ്റിയും അതുപോലെ തന്നെ അമ്മയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആ സാറ് പോയതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ കുഞ്ഞി പതുക്കെ ചെന്ന് ഇത് ടീച്ചറോട് പറയുക. ടീച്ചർ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർക്ക് ആകെ ഒരു ഇത്, അപ്പോൾ സാറിന് തന്നെ കാണണമെന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ താൻ മരിച്ചിട്ടില്ല എന്നുള്ളൊരിത് സാറിന് മനസ്സിലായി. സാറിന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ നാട്ടിലേക്ക് സാറ് വന്നത്, ഈ വീട്ടിലേക്ക് സാറ് വന്നതെന്നുള്ള കാര്യം നമ്മുടെ ടീച്ചറമ്മ ഇങ്ങനെ കുഞ്ഞിയോട് പറയുന്നു. അപ്പോൾ അതെന്താമ്മ സാറിന് ആകെ ഒരു വിവരം അങ്ങനെ കിട്ടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എങ്ങനെയാണെന്നോ എന്തിനാണ് സാറ് വന്നതെന്നോ സാറിനെ കണ്ടാൽ മാത്രമേ മോളെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ അമ്മ എങ്ങനെയാണ് സാറിനെ കാണാനായിട്ട് പോണേ, എങ്ങനെ ഈ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങും എന്നൊക്കെ ചോദിച്ചിങ്ങനെ കുഞ്ഞി അമ്മയോട് ചോദിക്കുമ്പോൾ കുഞ്ഞി വിചാരിച്ച നടക്കുമെന്നും പറഞ്ഞ് ആ ഒരു ഇതിൽ പറഞ്ഞു. അതിനുശേഷം കുഞ്ഞിയോട് പോയി സാറിനെ കാണാനും അതിനുശേഷം ഇവർ തമ്മിൽ ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ വിളിച്ചും ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മോളോട് ആദ്യം പോയി കാണാനായിട്ട് പറഞ്ഞു. കാണാൻ പറയുമ്പോൾ ഞാൻ പോയി കണ്ടാൽ എങ്ങനെയാണ് അമ്മ ശരിയാവുക എന്നൊക്കെ കുഞ്ഞ് ചോദിച്ചു. അതിനുശേഷം പിന്നെ സാറിനെ വിളിക്കാൻ തീരുമാനിച്ചു ഇവർ കുഞ്ഞിയുടെ ഫോണിൽ നിന്ന്. അങ്ങനെ സാറിൻ്റെ നമ്പർ മേരിക്കുട്ടി ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ ടീച്ചറമ്മ സാറിനെ വിളിക്കുക. അതായത് കുഞ്ഞിയാണ് വിളിക്കുന്നത്. കുഞ്ഞ് വിളിച്ചിട്ട് ഇന്ന ആളല്ലേ ഇന്ന ഇതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു ഞാൻ സരസ്വതി ടീച്ചറുടെ മോളാണെന്ന് പറഞ്ഞു. സാറിനെ ഒന്ന് കാണണം എന്നുള്ള കാര്യം പറയണം. അപ്പോൾ കാണാമെന്ന് സാറ് സമ്മതിച്ചു. അങ്ങനെ അവരത് പരസ്പരം കാണാനായിട്ട് തീരുമാനിച്ചു. നമ്മുടെ സരസ്വതി ടീച്ചറിനെ ഇരു ചെവി അറിയിക്കാതെ നമ്മുടെ കുഞ്ഞ് വീടിന് പുറത്ത് ചാടിക്കുക കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പുറത്തൊക്കെ ഇരുന്ന് സംസാരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും പുറത്ത് പോയി ഇരുന്ന് സംസാരിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തി. അങ്ങനെ സാറും ടീച്ചറും കൂടെ കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ എന്താണ് സരസ്വതി ഈ നടക്കുന്നത്, എന്താ ഞാൻ ഈ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്, നീ ജീവനോടെ ഇരിക്കുമ്പോൾ നീ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നടക്കുന്നു, നീ ജീവനോടെ എപ്പോഴും ഒളിച്ചിരിക്കുന്നു, ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടീച്ചർക്കുള്ള കാര്യങ്ങൾ സാറിനോട് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യം അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീച്ചർ എന്താണോ, അതായത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ടൂറ് പോയതും അതിനുശേഷം അവിടെ വെച്ച് കാണാതായതും പിന്നെ താൻ ചെന്ന് പെട്ട ഹോസ്പിറ്റലിനെ പറ്റി അങ്ങനെയുള്ള ഈ എല്ലാ ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സാറിനോട് ടീച്ചറമ്മ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സാറും ആകെ അന്തം വിട്ടിരിക്കുക. ഇത്രയും ഈ ഒരു വലിയ ഒരു പ്രശ്നത്തിനാണല്ലോ നീ ചെന്ന് പെട്ടിരിക്കുന്നത്, ഇനി ഇതിൽ നിന്ന് നീ എങ്ങനെ തലയൂരി പോരും എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ടീച്ചറും സാറും കൂടി ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥകളെ പറ്റിയും അതുപോലെ തന്നെ സാറ് വന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു താടിയും മുടിയൊക്കെ നീട്ടി ഒരു കാഷായ വേഷക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ടപ്പോൾ ഈ സാറ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണല്ലേ കടന്നു പോകുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. ടീച്ചറമ്മയുടെ മുഖത്ത് നോക്കി ഈ കാഷായ വേഷം ധരിച്ച പുള്ളി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഒളിച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളെല്ലാം അധികം താമസിക്കാതെ മറ നീക്കി പുറത്തു വരുമെന്നും അതുപോലെ വരാൻ പോകുന്നത് വലിയ വിപത്തുകളാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ സന്യാസി ഇങ്ങനെ ഇവരോട് പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ടീച്ചറമ്മ ഒന്ന് പേടിച്ചു. ദൈവമേ, ഇനി ഇതിനേക്കാളും വലുത് എന്താ വരാനുള്ളത് എന്നിങ്ങനെ ടീച്ചർ നേരം മനസ്സിൽ ചിന്തിക്കുന്നിട്ട് അദ്ദേഹം ആണെങ്കിൽ വരാൻ പോകുന്ന കുറേ ഭവിഷ്യത്തുകളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ടീച്ചറിനെ താക്കീതൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മുൻകരുതലൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അതെല്ലാം കേട്ട് സാറും ഇങ്ങനെ ആകെ വല്ലാതായിട്ടിരിക്കുക. സാർ അന്നേരം പറഞ്ഞു, കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത്, ഈ കളിക്കുന്നത് തീക്കളിയാണ് സരസ്വതി എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ സാറേ എന്ന് ചോദിക്കുക. ഇത് ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ നീ ഇങ്ങനെ ഒളിച്ചിരിക്കുമെന്ന് ചോദിച്ചു. എത്ര നാൾ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനാണ് കഴിയുക? കാരണം സമൂഹത്തിൽ മുഴുവനും നീ മരിച്ചു എന്നുള്ളൊരിതാണ് വന്നിരിക്കുന്നത്. നിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും എടുക്കാൻ ഉള്ള ഒരു പാകത്തിലേക്ക് കാര്യങ്ങളെല്ലാം എത്തി.
ഇരിക്കുകയാണെന്നും അതുപോലെ എവിടെയൊക്കെ അന്വേഷിച്ചു അവരെല്ലാവരും മരിച്ച കാര്യം പറഞ്ഞതായിട്ടും പിന്നെ മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞ കാര്യവും ഇതെല്ലാം നമ്മുടെ സാറ് ടീച്ചറമ്മയോട് പറയാം. ഇതൊക്കെ കേട്ട് ടീച്ചറമ്മ ആകെ വല്ലാതായിരിക്കും കേട്ടോ. എന്തായാലും ഈ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവരവിടെ നിന്ന് ഇറങ്ങി നടന്നിങ്ങ് വരുമ്പോഴത്തേക്കും ദേ വരുന്നു കാലൻ്റെ രൂപത്തിൽ ടീച്ചറമ്മയുടെയും സാറിൻ്റെയും മുന്നിലേക്ക് നമ്മുടെ ടീച്ചറമ്മയുടെ ഭർത്താവ്. അയാൾ ഇങ്ങനെ ഒരു കറുത്ത ശരിക്കും കാലൻ്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിങ്ങനെ ഒരു ജീപ്പിൽ വന്ന് ഇവരുടെ മുന്നിൽ ഇങ്ങനെ വണ്ടി അങ്ങ് നിർത്തി. ഇയാളെ കണ്ടപ്പോഴേക്കും സാറിൻ്റെ ചങ്കൊന്ന് ഇടിച്ചു. ടീച്ചറമ്മയ്ക്ക് പിന്നെ പണ്ടേ ഇയാളെ കാണുമ്പോൾ ചങ്കിടിപ്പാണല്ലോ. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇയാളാണെങ്കിൽ ടീച്ചറിനെയും സാറിനെയും നോക്കിയൊരു പുച്ഛിച്ച ചിരിയും പരിഹാസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ആക്കിയൊരു ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും കള്ളക്കളി താൻ പൊളിച്ചു എന്നുള്ളൊരു അഹങ്കാരത്തിൻ്റെ ആ ഒരു സൂചന കൂടിയ ചിരി. അങ്ങനെ ഇവരുടെ മുന്നിൽ ഇയാൾ വന്ന് നിൽക്കുന്നു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ പുത്തൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.